നമ്മുടെ യൂത്ത് പ്രത്യേകിച്ചും ഇക്കാലത്ത് അവർക്ക് ലീഡേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനോടുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പുതുക്കുന്ന സമയത്ത് ഒത്തിരി പേര് ലിസ്റ്റിൽ പേര് ചേർക്കാതെ മാറി നിൽക്കുന്നു, ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ ട്രസ്റ്റ് പോകാനുള്ള കാരണം എന്താണ് സ്പീക്കറുടെ അഭിപ്രായത്തിൽ? അതിനെ റീബിൽഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനൊരു ട്രസ്റ്റ് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂത്തൊക്കെ വോട്ടർ പട്ടികയിൽ നല്ല നിലയിൽ തന്നെ ഉണ്ട്. ജാനുവരി 31 18 വയസ്സാവുന്ന ആളുകൾക്ക് ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കാനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ടോം പറഞ്ഞ ഒരു ഭാഗം, പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്നുള്ള ഭാഗം ശരിയാണ്. പക്ഷേ തിങ്സ് ആർ നൗ ചേഞ്ചിങ്. യൂത്ത് പൊളിറ്റിക്സിന് ഒരുപക്ഷെ അവർ ഈ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വരുന്നില്ലെങ്കിലും വളരെ കൃത്യമായി രാഷ്ട്രീയം ഒബ്സർവ് ചെയ്തുകൊണ്ട് വോട്ടിംഗ് പ്രോസസ്സിലൊക്കെ പങ്കെടുക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആ നിലയിൽ തന്നെ യൂത്തിനെ അപ്പോളിറ്റിക്കലാക്കാൻ പാടില്ല. ദേ നീഡ് പോളിറ്റിക്സ്, ഐദർ റൈറ്റ്, ലെഫ്റ്റ് ഓർ സെൻറ്റർ. ഇവിടെ ഇരിക്കുന്ന യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവണം. യു ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. യു ഷുഡ് ഗോ ഫോർ വോട്ടിംഗ്. വോട്ടിംഗ് പ്രോസസ്സിനകത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഒരു വോട്ടെന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ സംവിധാനം. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരൻ നിലക്ക് നിങ്ങളുടെ റെക്കഗ്നീഷനാണ് വോട്ടിംഗ് പ്രോസസ്സ്. അതിനകത്ത് പങ്കെടുക്കണം. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു പ്രവണതയെ കാണിച്ചുകൊണ്ട് പൊളിറ്റിക്സ് ആകെ മോശമാണെന്ന രീതിയിലേക്ക് വിലയിരുത്താൻ പാടില്ല. പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയവും തന്നെയാണ് ഈ രാജ്യത്തെയും ഈ നാടിനെയും രൂപപ്പെടുത്തിയത്.